അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഈ ബാസ്മതി റൈസിന് പകരമായിട്ട് നിങ്ങൾക്ക് കൈമാ റൈസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏത് അരി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പൊ അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് കുതിർക്കാൻ വെക്കണം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അരി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാൻ. അരി കുതിർന്നു കഴിഞ്ഞതിന് ശേഷം കഴുകി എടുക്കരുത്, എന്നാൽ പിന്നെ അരിയെല്ലാം പൊടിഞ്ഞു പോകും. ഇനി ഇത് മാറ്റി വെക്കാം. നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. 15 മിനിറ്റ് എങ്കിലും വെക്കുക. ഇപ്പൊ ഞാൻ എന്താ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് 1 ടേബിൾ സ്പൂൺ എണ്ണ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു ബേ ലീഫ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഒരു നല്ലൊരു മണം വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസ് ഒക്കെ അതാ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഒരുപാട് കളർ മാറാൻ നിൽക്കേണ്ട. നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം മാറി കിട്ടുന്നത് വരെ മാത്രം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പം കണ്ടില്ലേ, സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചപ്പട്ടാണി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണ്, അധികം വേവൊന്നുമില്ല. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഞാൻ എന്താ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കുറച്ച് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് അധികം എരിവൊന്നും കാണില്ല. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മളിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്താൽ മതി. ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാല പൗഡറാണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ 1/4 ടീസ്പൂണല്ലേ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ബിരിയാണി മസാല പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ചേർക്കണം. നമ്മളിതിലേക്ക് ആദ്യം സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. പെട്ടെന്ന് തന്നെ മാറി കിട്ടും. ഇപ്പം നല്ല ചൂടായി കിടക്കുന്നതല്ലേ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതാ ഇതിൻ്റെയൊക്കെ പച്ച മണം മാറിയിട്ടുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി കിട്ടിയിട്ടുണ്ട്. ഒരുപാടൊക്കെ വെന്ത് കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് എല്ലാം ഒന്ന്
ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ തക്കാളിക്ക് പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരുപാട് പുളിപ്പുള്ള തൈര് എടുക്കരുത്, അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി കുതിർത്തെടുത്തത് കൊണ്ട് 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. വീട്ടിൽ ചോറൊക്കെ വെക്കുന്ന അരിയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഉപ്പ് കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത അരി വെള്ളം മുഴുവൻ മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരു നുള്ള മുളക് പൊടി ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പൊ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് മുഴുവൻ മുട്ട വെച്ചിട്ടല്ലേ. അപ്പൊ ഇതുപോലെ മുട്ട ഒഴിച്ച് ഇതുപോലെ ബിരിയാണി തയ്യാറാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ടയൊന്നും പൊടിഞ്ഞു പോവാതെ ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ മുട്ട ഒഴിച്ച് ഇതുപോലെ ബിരിയാണി തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടില്ലേ, അടിക്കൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുട്ടയുടെ ആ ഭാഗം ഉണ്ടല്ലോ പൊടിഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ 4 പേർക്ക് ഇത് സുഖമായിട്ട് കഴിക്കാം. 1 കപ്പ് ബിരിയാണി റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കണ്ടില്ലേ, അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് അടിപൊളിയായിട്ട് ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ചോറൊന്നും അധികം ഒന്നും വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മുട്ട വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ബിരിയാണി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്